നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒരു സംശയവും വേണ്ട. അവരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അർജൻറ്റീനയെക്കുറിച്ച് ഇന്നും പക ഉള്ളിൽ സൂക്ഷിക്കുകയാണ് ഫ്രഞ്ച് താരവൈദ്യുത ജിബ്രയിൽ സിസെ. ലേക്കിപ്പിൻ്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം അതിശക്തമായ ഭാഷയിലാണ് അർജൻറ്റീനയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. എൻസോ ഫെർണാണ്ടസ് കോപ്പ അമേരിക്ക കഴിഞ്ഞിട്ട് ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടില്ലേ? അതിനെക്കുറിച്ചും അദ്ദേഹം ഇപ്പോൾ ശക്തമായ ഭാഷയിൽ തൻ്റെ പ്രതിഷേധം ഇപ്പോഴും തണുക്കാത്ത ഭാഷയിൽ പറയുന്നുണ്ട്. സിസയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ആ മാച്ചിൻ്റെ ഫുട്ടേജ് ഞാൻ വീണ്ടും കണ്ടിരുന്നു, വേൾഡ് കപ്പ് ഫൈനലിൻ്റെ. ശരിക്കും എനിക്ക് വലിയ ദേഷ്യമാണുള്ളത്. ഒരുപാട് വെറുപ്പ് അവരോടുണ്ട്. തീർച്ചയായിട്ടും ക്ലിയർലി ടുഡേ ദേ ആർ അവർ മെയിൻ എനിമി. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അർജൻറ്റീനയാണ്. ഏതായാലും എനിക്ക് നമ്മുടെ ടീം മൂന്നാമത്തെ വേൾഡ് കപ്പ് നേടുന്ന എനിക്ക് കാണണം. അതും മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ബാച്ചിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കിരീടം ചൂടാൻ പറ്റണം. അർജൻറ്റീനയോട് നമുക്ക് 2-3 കണക്കുകൾ വീട്ടാനുണ്ട്. അത് വീട്ടാൻ പറ്റണം അടുത്ത വേൾഡ് കപ്പിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചെൽസിയിലെ ടീംമേറ്റ്സിന് അദ്ദേഹത്തോട് പൊറുക്കാൻ പറ്റിയത് എന്ന്. തീർച്ചയായിട്ടും ആ മുറിവൊന്നും ഒരിക്കലും ഉണങ്ങില്ല എന്നാണ് ജിബ്രയിൽ സിസെ പറയുന്നത്. ഏതായാലും അത് അന്ന് വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒന്നാണ് എൻസോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു വംശീയമായിട്ടുള്ള ചെയ്തി. ഏതായാലും പിന്നീട് മാപ്പും ഒക്കെ ആയിട്ട് എൻസോ എന്ന് പറയുന്ന താരം രംഗത്ത് വന്നു. അത് പിന്നെ ചെൽസി അത് അങ്ങനെ അങ്ങ് ഒതുക്കി തീർക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും ചില ഫ്രഞ്ച് ഹൃദയങ്ങളിൽ അർജൻറ്റീനയും എൻസോ ഫെർണാണ്ടസുമൊക്കെ അവരുടെ വലിയ എതിരാളികളാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.